അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. For each of the pair of fractions below, find 3 forms with the same denominator. അപ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, പെയർ ഓഫ് ഫ്രാക്ഷൻ. അപ്പോൾ ഒരു ജോഡി ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. 1/2 1/3 എന്ന് ഒരു ജോഡി ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, രണ്ടെണ്ണം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സെയിം ആയിട്ടുള്ള 3 ഫോംസ് ഓഫ് ഫ്രാക്ഷൻസ് എഴുതണം. പക്ഷേ ഇതിൻ്റെ ഡിനോമിനേറ്റർ അടിയിലുള്ളത് ഒരേ നമ്പറും ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിൻ്റെ LCM കാണണം. LCM എന്ന് വെച്ചാൽ ലെസ് ആകും. അപ്പോൾ LCM ഇത് രണ്ട് ടേബിളിൽ വരുന്നതായതുകൊണ്ട് LCM എത്രയായിരിക്കും? 2 × 3 6 ആണ്. അപ്പോൾ 6ൻ്റെ ടേബിൾ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ 2ഉം 3ഉം ആണല്ലോ ഡിനോമിനേറ്റർ, അത് 6 ആക്കുക. പിന്നെ 6ൻ്റെ ടേബിളിലുള്ള അടുത്ത എന്താണ്, 12 ആണ്. പിന്നെ 18 അങ്ങനെയാക്കി മാറ്റണം. അപ്പോൾ നോക്കൂ, 6 ആണല്ലേ. അപ്പോൾ നോക്കൂ, 1 6 is 6, 2 6 are 12, 3 6 are 18. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡിനോമിനേറ്ററിനെ 6 ആക്കണം, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അതിനെ 12 ആക്കണം, പിന്നെ ഈ രണ്ട് ഡിനോമിനേറ്ററിനെ 18 ആക്കണം. അപ്പോൾ നമുക്ക് 3 ഫോംസ് കിട്ടും. അപ്പോൾ നോക്കാം, ആദ്യം 1/2 നമുക്ക് എങ്ങനെയാണ് അടിയിൽ 6 ആക്കാൻ പറ്റുന്നത്? നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെയാണ്. 1/2 എഴുതുക, ഇൻറ്റു ഇടുക. ഈ 2വിനെ എന്താക്കണം, 6 ആക്കണം. അപ്പോൾ 2വിൻ്റെ ടേബിൾ പറയുമ്പോൾ 3 2s are 6. അതുപോലെ 3 മുകളിലും ഇടണം. അപ്പോൾ 1 3 is 3. അതുപോലെ 1/3 നമുക്ക് ഇതുപോലെ 3 എന്താക്കണം, 6 ആക്കണം. അപ്പോൾ 1/3 എഴുതുക, ഇൻറ്റു ഇട്ടു. 3യെ 6 അല്ലേ ആക്കേണ്ടത്. അപ്പോൾ 3 2s are 6, മുകളിലും 2 ഇടാം. 1 2 is 2. കണ്ടില്ലേ, ഈ രണ്ട് ഫ്രാക്ഷൻ്റെ അടിയിൽ 6 ആയി. ഇനി ഇതിനെ അപ്പോൾ നമ്മൾ 6 ആക്കി. ഇനി എന്താണ്, 12 ആക്കണം അല്ലേ. അതിനെന്ത് ചെയ്യും, ഇതുപോലെ തന്നെ 1/2 ഇത് രണ്ടും നമുക്ക് 6 ആയല്ലേ ഡിനോമിനേറ്റർ. അടുത്തത് 1/2 എഴുതുക, 1/2 വീണ്ടും എഴുതി. ഈ 2വിനെ ഇനി എന്താക്കണം, 12 ആക്കണം. അപ്പോൾ 2വിൻ്റെ ടേബിൾ പറയുമ്പോൾ 6 2s are 12. അതുപോലെ മുകളിലും 6 ഇട്ട് കൊടുക്കുക. 1 6 is 6. വീണ്ടും 1/3 എടുത്തെഴുതാം. ഇനി നമുക്ക് ഈ 3യാണ് 12 ആക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും 1/3 എഴുതി, ഇൻറ്റു ഇട്ടു. 12 ആക്കണം അല്ലേ 3യെ. അപ്പോൾ 3യുടെ ടേബിൾ പറയാം, 4 3s are 12. അതുപോലെ മുകളിലും 4 ഇട്ടു. അപ്പോൾ 1 4 is 4. കണ്ടില്ലേ, ഈ രണ്ട് ഫ്രാക്ഷൻ എങ്ങനെയായി, ഡിനോമിനേറ്റർ 12 ആയി അല്ലേ, അടിയിൽ 12 ആയി. ഇനി നോക്കൂ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, 18 ആക്കണം. അടുത്ത ഫ്രാക്ഷൻസിന് 18 ആക്കണം. അതിന് മുകളിലുള്ള 1/2 എടുത്തെഴുതാം. 1/2 ഇൻറ്റു ഇട്ടു. ഈ 2വിനെ എന്താക്കണം ഇനി, 18. അപ്പോൾ 2വിൻ്റെ ടേബിൾ പറയുമ്പോൾ 9 2s are 18. അപ്പോൾ മുകളിലും 9 ഇട്ട് കൊടുക്കുക. 1 9 is 9. അടുത്തത് 1/3 ഇട്ടു, ഇൻറ്റു ഇട്ടു. ഈ 3യെ ഇനി 18 ആക്കണം. അപ്പോൾ 3യുടെ ടേബിൾ പറയുമ്പോൾ 6 3s are 18. മുകളിലും 6 ഇട്ട് കൊടുക്കുക. 1 6 is 6. കണ്ടില്ലേ, ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും താഴെ 18 ആയി. അപ്പോൾ നമ്മൾ 3 പെയർസ് കണ്ടുപിടിച്ചു. ആദ്യം രണ്ട് ഫ്രാക്ഷൻ്റെയും താഴെ 6 ആക്കി, പിന്നെ 12 ആക്കി. അത് കഴിഞ്ഞിട്ട് രണ്ട് ഫ്രാക്ഷൻ്റെയും താഴെ ഡിനോമിനേറ്റർ 18 ആക്കി. ഇനി നമുക്കതെടുത്ത് എഴുതാം. എന്താണ് ആൻസർ നമുക്ക് കിട്ടിയത്? 3/6 2/6. ഇത് ഒരു പെയർ. ഇനിയൊരു പെയർ എന്താണ്, 6/12 4/12. ഇതൊരു പെയർ. ഇനി അടുത്തത് 9/18 6/18. അങ്ങനെ നമ്മൾ 3 പെയർസ് കണ്ടുപിടിച്ചു. കണ്ടില്ലേ, ഓരോ പേഴ്സിൻ്റെയും താഴെ ഒരേ നമ്പർ വന്നു. കണ്ടില്ലേ, ഒന്നും കൂടി പറഞ്ഞുതരാം. നമുക്കൊരു പെയർ ഓഫ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, അതായത് ഒരു ജോഡി ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ 3 ഫോംസ് ഓഫ് ഫ്രാക്ഷൻ എഴുതണം, പക്ഷേ അതിൻ്റെ അടിയിലെല്ലാം ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ LCM കണ്ടുപിടിച്ചു. 2 × 3 6. ഇനി 6 ആക്കണം.
ഡിനോമിനേറ്റർ 6 ആക്കാം. 6ൻ്റെ ടേബിൾ അടുത്തത് എന്താണ്? 12 ആണ്. അതിൻ്റെ അടുത്തത് 18 ആണ്. അപ്പോൾ 6ൻ്റെ ടേബിളിലുള്ള 3 നമ്പേഴ്സ് ആക്കണം. ആദ്യം 2 പേഴ്സിൻ്റെ താഴെ 6 ആക്കുക, പിന്നെ 2 പേഴ്സിൻ്റെയും താഴെ 12 ആക്കുക, പിന്നെ 2 പേഴ്സിൻ്റെയും താഴെ 18 ആക്കുക. അപ്പോൾ ആദ്യം 1/2 എഴുതി 1/2 2നെ 6 ആക്കണം. അപ്പോൾ 3 2s are 6 ആണ്. അതുപോലെ ഈ 1നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3. ഇത് ഈസി അറിയാമെങ്കിൽ നമുക്കിത് വേണ്ട. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്ക്. പിന്നെ 1/3 എഴുതണം. 1/3യിൽ 3യെ 6 ആക്കണം. അപ്പോൾ 3യുടെ ടേബിൾ പറയുമ്പോൾ 2 3s are 6. അപ്പോൾ ഈ 1നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2/6. അപ്പോൾ 2 പേഴ്സിൻ്റെയും താഴെ 6 ആയി. ഇനി 12 ആക്കണം. 1/2 2ൻ്റെ ടേബിൾ പറയുമ്പോൾ 6 2s ആണ് 12. ആ 6 കൊണ്ട് മുകളിലുള്ള 1നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6/12. ഇനി 1/3 1/3യിൽ 3യെ 12 ആക്കണം. 3യുടെ ടേബിൾ പറയുമ്പോൾ 4 3s are 12. ആ 4 കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 കിട്ടി. കണ്ടില്ലേ? ഇപ്പോൾ 2 ഫ്രാക്ഷൻ്റെയും താഴെ 12 ആണ്. ഇനി അടുത്തത് 18 ആക്കണം. 1/2 2നെ 18 ആക്കാൻ ടേബിൾ പറയുമ്പോൾ 9 2s are 18. ആ 9 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9 കിട്ടി. ഇനി 1/3 3യെ 18 ആക്കാൻ 3യുടെ ടേബിൾ പറയുമ്പോൾ 6 3s are 18. ആ 6 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 കിട്ടി. ഇനി നോക്കൂ, ആ 3 പേഴ്സും നമ്മളിവിടെ എടുത്ത് എഴുതി. സെക്കൻഡ് പ്രോബ്ലം നോക്കാം. 1/2 1/4 എന്ന പെയറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പെയർസിൻ്റെ നോക്കൂ, ഈ ഫ്രാക്ഷൻസിൻ്റെ അടിയിലുള്ള 2ഉം 4ഉം മാറിയിട്ട് ഒരേ നമ്പർ വരണം. അപ്പോൾ നമുക്കിതിൻ്റെ LCM കാണാം. LCM കാണാൻ അറിയാമോ? ഇത് രണ്ടും ഒരേ ടേബിളിൽ വരും. അപ്പോൾ നമുക്ക് അത് എഴുതി കണ്ടുപിടിക്കാം. LCM 2ൻ്റെ ടേബിളിൽ 1 2 is 2 2 2s are 4. വീണ്ടും ഇത് 2ൻ്റെ ടേബിൾ വരും. 1 അങ്ങനെ എഴുതാം. 1 2 is 2. അപ്പോൾ 2 2 വരുന്നുണ്ട് അല്ലേ? 2 2s are 4 ആണ് എന്ത് ഇതിൻ്റെ LCM. 4 ആണ് LCM. അപ്പോൾ നമുക്ക് ഈ 1/2നെ മാറ്റിയിട്ട് 2നെ 4 ആക്കണം. ഈ 4 ഇതാ സെയിം തന്നെയാണ്. അപ്പോൾ അതിനെ മാറ്റേണ്ട ആവശ്യമില്ല, അത് തന്നെയാണ്. അപ്പോൾ ആദ്യം 1/2 എഴുതാം. ആ 2നെ നമുക്ക് എന്താക്കണം? 4 ആക്കണം. 2 2s are 4. അപ്പോൾ മുകളിലും 2 ഇട്ടു. അപ്പോൾ 2/4 എന്ന് കിട്ടി. ഈ 1/4നെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, കാരണം അവിടെ 4 തന്നെയാണ് താഴെ ഡിനോമിനേറ്റർ വന്നിട്ടുള്ളത്. അപ്പം ഇത് തന്നെയാണ് ആൻസർ, 1/4. ഓക്കെ. ഇനി അപ്പോൾ കണ്ടില്ലേ, ഈ 2 പേരിലും ഒന്ന് 2/4 ഒന്ന് 1/4. ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് LCM ഇവിടെ 4 ആണല്ലോ കിട്ടിയത് അല്ലേ? LCM 4 ആണ് കിട്ടിയത്. അപ്പോൾ 4ൻ്റെ ടേബിളിലുള്ള നോക്കൂ, 1 4 is 4 അല്ലേ? LCM 4 ആണ്. 2 4s are 8 3 4s are 12. അപ്പോൾ നമുക്ക് ആദ്യം 4 കണ്ടുപിടിക്കണം. അത് നമ്മൾ ആക്കിയിട്ടുണ്ട് ഡിനോമിനേറ്റർ. ഇനി അടുത്തത് 8 ആക്കണം. അപ്പോൾ 1/2നെ ഈ 2 8 ആക്കണം അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1/2 അതുപോലെ എടുത്ത് എഴുതുക. 2നെ നമുക്ക് എന്താക്കണം? 8. 2ൻ്റെ ടേബിൾ പറയുമ്പോൾ 4 2s are 8. അപ്പോൾ 4 മുകളിലും എഴുതണം. 1 4 is 4. നെക്സ്റ്റ് 1/4 അതുപോലെ എഴുതി ഇൻറ്റു ഇട്ടു. ഈ 4നെ നമുക്ക് എന്താക്കണം? 8. 4ൻ്റെ ടേബിൾ പറയുമ്പോൾ 2 4s are 8. അപ്പോൾ മുകളിലും 2 എഴുതുക. 1 2 is 2. 2/8 കണ്ടില്ലേ? 4/8 2/8 രണ്ടിലും ഡിനോമിനേറ്റർ 8 ആയി. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് എന്താക്കണം? നമ്മൾ 4 ആക്കി ഡിനോമിനേറ്റർ 8 ആക്കി. ഇനി അടുത്തത് 12 ആക്കണം. അപ്പോൾ 1/2 എഴുതുക. ഈ 1/2ൽ 2നെ നമുക്ക് ഇനി അടുത്തത് 12 ആണ് ആക്കാനുള്ളത്. അപ്പോൾ 2ൻ്റെ ടേബിൾ പറയുമ്പോൾ 6 2s are 12. മുകളിലും 6 എഴുതാം. 1 6 is 6. ഇനി അടുത്തത് 1/4 എഴുതുക. വീണ്ടും ഈ 4നെ നമുക്ക് എന്താക്കണം? 12 ആക്കണം അല്ലേ? അപ്പം 4ൻ്റെ ടേബിൾ പറയണം. ഇപ്പോൾ 3 4s are 12. മുകളിലും 3 എഴുതാം. 1 3 is 3. കണ്ടില്ലേ? ഈ 2 ഫ്രാക്ഷനിൽ നമുക്ക് 12 ആണ് ഡിനോമിനേറ്റർ ആയിട്ട് കിട്ടിയത്. അപ്പം നമ്മൾ 3 പെയർസ് ഓഫ് ഫ്രാക്ഷൻസ് കണ്ടുപിടിച്ചു. 2 ഫ്രാക്ഷൻ്റെ അടിയിൽ 4 ആക്കി. ഇവിടെ 2 ഫ്രാക്ഷൻ്റെയും താഴെ
എന്താണ് 8 ആക്കി, ഇവിടെ 12 ആക്കി. അപ്പം നമ്മളെല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. നമുക്ക് ആൻസർ എന്താണ്? therefore 3 pairs of fractions എങ്ങനെ എഴുതാം? 2/4, 1/4 അതൊരു പെയർ, 4/8, 2/8 അതൊരു പെയർ. ഇനി ലാസ്റ്റ് 6/12, 3/12. അങ്ങനെ നമ്മൾ 3 പെയർസ് കണ്ടുപിടിച്ചു. അടുത്ത തേർഡ് പ്രോബ്ലം 1/3, 1/4 രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ LCM കാണണം. ഇപ്പോൾ 3ഉം 4ഉം വേറെ വേറെ ടേബിളാണ്, ഒരേ ടേബിളിൽ അത് വരത്തില്ല. അപ്പോൾ നമുക്ക് LCM എങ്ങനെ കാണാം? 3 × 4 എത്രയാണ്? 12. അപ്പോൾ നമുക്ക് LCM കിട്ടി. അപ്പോൾ 12 ആക്കണം. നമുക്ക് തന്നിട്ടുള്ള ഫ്രാക്ഷൻ്റെ താഴെ നമ്മൾ 12 ആക്കണം അല്ലേ? 12ൻ്റെ ടേബിൾ എഴുതാം. 112 ഈസ് 12. അപ്പോൾ ആദ്യം 2 ഫ്രാക്ഷൻ്റെയും താഴെ 12 ആക്കുക. പിന്നെ 2 ഫ്രാക്ഷൻ്റെയും താഴെ 24. 2 12s are 24, 3 12s are 36. പിന്നെ 36 ആക്കുക. ഓക്കെ. ആദ്യം നമുക്ക് 1/3 എഴുതാം. ഈ 3യെ നമ്മൾ ആദ്യം എന്താക്കണം? 12 ആക്കണം അല്ലേ? അപ്പോൾ 1/3 ഇങ്ങനെ എഴുതാം. ഇൻറ്റു ഇട്ടു 12 ആക്കണം. 3യുടെ ടേബിൾ പറയുമ്പോൾ 4 3s are 12. മുകളിലും 4 എഴുതാം. 1 4 ഈസ് 4. ഇനി 1/4 ആണ്. അപ്പോൾ ഇനി 4നെയാണ് നമുക്ക് 12 ആക്കേണ്ടത്. അപ്പോൾ 1/4 അങ്ങനെ എഴുതാം. ഇൻറ്റു ഇട്ടു 4നെ എന്താക്കണം? 12 ആക്കണം. 4ൻ്റെ ടേബിൾ പറയുമ്പോൾ 3 4s are 12. അപ്പോൾ മുകളിലും 3. 1 3 ഈസ് 3. കണ്ടില്ലേ? ഈ 2 ഫ്രാക്ഷൻ്റെയും താഴെ നമ്മൾ 12 ആക്കി. അപ്പോൾ ഒരു ഫോം കിട്ടി. ഇനി അടുത്തത് ഇനി എന്താക്കണം? 24 ആണ്. നമ്മൾ 12 ആക്കി. ഇനി അടുത്ത 24 ആക്കണം. അപ്പോൾ ആദ്യം 1/3 എഴുതാം. ഇനി 3യെ 24 ആണ് ആക്കേണ്ടത്. അപ്പോൾ 1/3 എഴുതി. ഇൻറ്റു ഇട്ടു 24 ആക്കണം. അപ്പോൾ 3യുടെ ടേബിൾ പറയുമ്പോൾ 8 3s are 24. അപ്പോൾ 8 മുകളിലും എഴുതാം. 1 8 ഈസ് 8. ഇനി അടുത്തത് 1/4. ഇനി 4നെ 24 ആക്കണം. 1/4 എഴുതി. ഇൻറ്റു ഇട്ടു 24 ആണ് ആക്കേണ്ടത്. അപ്പോൾ 4ൻ്റെ ടേബിൾ പറയാം. 6 4s are 24. മുകളിലും 6 എഴുതാം. 1 6 ഈസ് 6. കണ്ടില്ലേ? ഈ 2 പെയർ ഓഫ് ഫ്രാക്ഷന് 2 ഫ്രാക്ഷന് താഴെ 24 വന്നിട്ടുണ്ട് അല്ലേ? ഇനി ഒരു ഫോമും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി അടുത്തത് എത്രയാക്കണം? 36. അപ്പോൾ 1/3 ഈ 3യെ ഇനി എത്രയാണ്? 36 ആണ് ആക്കേണ്ടത്. അപ്പോൾ 1/3 എഴുതി. ഇൻറ്റു ഇട്ടു 36 ആണ് ആക്കേണ്ടത്. 3യുടെ ടേബിൾ പറയാം. 12 3s are 36. അപ്പോൾ മുകളിലും 12 എഴുതാം. നിങ്ങൾക്ക് ടേബിൾ 12 വരെ പറയാൻ അറിയില്ലെങ്കിൽ 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. ആ 12 എടുത്ത് മുകളിലും താഴെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ 12/36. ഇനി അടുത്തത് 1/4. 1/4 വരിട്ടു. 1/4 എഴുതി. ഇൻറ്റു ഇട്ടു. ഇവിടെ 36 ആക്കണം അല്ലേ? അപ്പോൾ 9 4s are 36. മുകളിലും 9 ഇട്ടു. 1 9 ഈസ് 9. കണ്ടില്ലേ? ഈ പെയറിൽ 2 ഫ്രാക്ഷൻ്റെയും താഴെ 36 കിട്ടി. അപ്പം നമുക്ക് 3 ഫോംസ് കിട്ടി. ഇനി നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. ആദ്യം എത്രയാണ് കിട്ടിയത്? 4/12, 3/12. ഇത് ഒരു ഫോം. രണ്ടാമത്തത് എത്രയാണ്? 8/24, 6/24. ഇനി തേർഡ് വൺ 12/36, 9/36. കണ്ടില്ലേ? അപ്പം നമുക്ക് ഈ 3 ഫോംസ് കിട്ടി. ഓരോ ഫോമിൻ്റെ താഴെയും ഒരേ ഡിനോമിനേറ്ററാണ്. ഇവിടെ 2 12, ഇവിടെ 2 14, ഇവിടെ 36. അടുത്ത 4th പ്രോബ്ലം നോക്കൂ. ഡസ് 1/3 ഹാവ് അനദർ ഫോം with denominator 10, 100 or 1000? Give reason. 1/3ക്ക് 10, 100 അല്ലെങ്കിൽ 1000. 1/3യുടെ
ഡിനോമിനേറ്ററിൽ നമുക്ക് 10 ആക്കാൻ പറ്റുമോ, 100 അല്ലെങ്കിൽ 1000 ആക്കാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, പിന്നെ 1000നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫുള്ളും ഡിവൈഡ് ആവണം. അപ്പോൾ ലാസ്റ്റ് 0 വരാൻ പാടില്ല, ഒരു റിമൈൻഡറും വരാൻ പാടില്ല, ശിഷ്ടമൊന്നും വരാൻ പാടില്ല. പക്ഷേ 10 കൊണ്ട് 3 ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് ശിഷ്ടം 1 വരുന്നുണ്ട്. അതുപോലെ 100 ആയാലും 1000 ആയാലും അതിലൊക്കെ ശിഷ്ടം വരുന്നുണ്ട് അല്ലേ, റിമൈൻഡർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റിമൈൻഡർ വരാൻ പാടില്ല. അപ്പോൾ 1/3ക്ക് 10ഓ 100ഓ 1000ഓ 100 ഓർ 1000 ഇതൊന്നും ഡിനോമിനേറ്റർ ആക്കാൻ പറ്റില്ല. അപ്പം നോ. അപ്പോൾ ആൻസർ എന്താണ്? പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫോം എഴുതുമ്പോൾ 1/3യുടെ ഏതെങ്കിലും ഫോം എഴുതുമ്പോൾ ഡിനോമിനേറ്റർ 10 ഓർ 100 ഓർ 1000 ഇത് വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വരത്തില്ല. അപ്പോൾ ആൻസർ എന്താണ്? നോ. 10, 100 or 1000 are not multiples of 3. ഇത് 3യുടെ മൾട്ടിപ്പിൾസ് അല്ല, 3യുടെ ടേബിളിൽ വരത്തേ ഇല്ല ഈ നമ്പേഴ്സ് ഒന്നും. അതുകൊണ്ട് 3യുടെ ഒരു ഫ്രാക്ഷൻ, ഒരു മറ്റ് ഫോംസ് ഓഫ് ഫ്രാക്ഷൻസ് എഴുതുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ 10, 100, 1000 വരത്തില്ല. ഓക്കെ.